Everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലെവൽസ് ആണ് ഇവിടെ. സോ ലോൺ ചെയ്യുക ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി അനാലിസിസ് അടക്കാം. നിഫ്റ്റി നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തത് ആൻഡ് ഡിസ്കസ് ചെയ്തത് എന്താണ്, ഈ ഒരു ചാനലാണ്. ഈ ചാനലിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ബുള്ളിഷ് ആവുക. ആൻഡ് ദെൻ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും 25,200. ഓക്കെ, അവിടെ നിന്ന് പ്രൈസ് കൺസോളിഡേറ്റ് റിജക്റ്റ് ചെയ്തു ആൻഡ് ദെൻ വീണ്ടും താഴേക്കാണ്. ഓക്കെ, സോ ആസ് പെർ നോർമൽ സിനാരിയോ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായി, പ്രൈസ് ഇവിടെ നിന്ന് ബുള്ളിഷായി കണ്ടോ, പിൻബാർ ഫോമായി. റൈറ്റ്, ഇത് പിൻബാർ ഫോമായി. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ താഴെ വന്നു, പിൻബാർ ഫോമായി ആൻഡ് സപ്പോർട്ട് എടുത്തിട്ട് താഴെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി പ്രൈസ്. ആൻഡ് ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ റിജക്ഷൻ ക്യാൻഡൽ ഏതായിരുന്നു, 1 2 3 സെൻറ്ററുള്ള റെഡ് ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലാണ്. ആസ് നോർമൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ റിജക്ഷൻ ക്യാൻഡിൽ ആൻഡ് ദെൻ വീണ്ടും കൺസോളിഡേഷൻ ആൻഡ് ദെൻ സഡൻ ഒരു ഫോൾ. അതാണ് നമ്മുടെ ജെന്വനി നോർമലി നമ്മൾ നോക്കുന്നത്, കൗണ്ട് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ട്രേഡിങ്ങിൽ അങ്ങനെയാണ് സിനാരിയോ. ഓക്കെ, ബട്ട് നമ്മുടെ ഇല്ലിയറ്റ് വേവ് സിനാരിയോയിൽ എങ്ങനെയാണ്, ഇല്ലിയറ്റ് വേവ് നമ്മൾ ഇല്ലിയറ്റ് വേവിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ചാനലിൽ നമ്മുടെ മോസ്റ്റ്ലി നമ്മൾ വരുന്ന എല്ലാ പിള്ളേർ ഐ തിങ്ക് ഇതായിരിക്കും എലിറ്റ് വേവ് ബേസിലായിരിക്കും. കാരണം വെച്ചാൽ എലിറ്റ് വേവ് തിയറി ഡിഫറെൻ്റ് ആണ്. സോ എലിറ്റ് വേവ് കൗണ്ട് ചെയ്താൽ നമുക്ക് ശരിക്കും ആ ഒരു ട്രേഡ് കിട്ടത്തുള്ളൂ. അതാണ് നമ്മുടെ. സോ നമ്മൾ എങ്ങനെ ചെയ്യുക, എന്താ ചെയ്യുക, വേഗം ഫസ്റ്റ് 5 മിനിറ്റ്സ് ടൈം ഫ്രീ 5 മിനിറ്റ്സ് ടൈം ഞാൻ എങ്ങനെ കൗണ്ട് ചെയ്തത് ഇന്ന്, എനിക്കതാ പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ എലിറ്റ് വേവിൻ്റെ തരാറുള്ളൂ. ദാറ്റ് മീൻസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ മുമ്പിൽ എന്താണ് എലിറ്റ് വേവ്. കാരണം ഇത് പഠിക്കാനാണെങ്കിൽ തിയറി എലിറ്റ് വേവിൻ്റെ ഒത്തിരി ലോങ് ആണ്, ടൈം എടുക്കും, ഈസിലി ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ബട്ട് യെസ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് പിടികിട്ടും. യെസ്, മാർക്കറ്റിൻ്റെ മൂവ് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അതാണ് ഞാനിപ്പോൾ വീണ്ടും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകാറുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴെ വന്നു, സപ്പോർട്ട് എടുത്തു. ആൻഡ് ഈ ട്രെൻഡ് ലൈൻ്റെ അബവ്, ഈ ബ്ലാക്ക് ചാനൽ ഉണ്ടല്ലോ, ഇതിൻ്റെ അബവ് പ്രൈസ് പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ വീണ്ടും ബുള്ളിഷ്നെസ് കാണും ടിൽ ഈ റെസിസ്റ്റൻസ് വരെ. ഓക്കെ, സോ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ഒത്തിരി നാളായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും നമ്മുടെ എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പ്രൈസ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ 1 2 3 4 5 ഇമ്പൾസ് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 കൗണ്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, ഇവിടെ നിന്ന് 1 2 3 4 ആൻഡ് ദെൻ 5. ഓക്കെ, ഇങ്ങനെയാണ് ആ 4 5 എങ്ങനെ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, സോ അത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് കാണിച്ചു തരാം. 5 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ എന്തായിരിക്കും ഫോം ചെയ്യുന്നത്, എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നതാണ്. അത് ഡെയിലി മാർക്കറ്റിൽ എൻഡിങ് ഡയഗണൽ പാറ്റേൺ മോസ്റ്റ്ലി ഡെയിലി കാണാൻ പറ്റും. 1 മിനിറ്റ് ടൈം ഫ്രെയിം 5 മിനിറ്റ് 15 മിനിറ്റ്സിൽ ഡെയിലി കാണാൻ പറ്റും. ഇന്ന് ഇത് ഇവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തു. ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തതാണ്. ഇത് കണ്ടോ, പ്രോപ്പർലി അത് ഫോം ചെയ്യും, അത് ചെയ്യേണ്ടതാണ്. മാർക്കറ്റിൻ്റെ അത് റൂളാണ്, മാർക്കറ്റ് ഇങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തത് മാർക്കറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യണം കേട്ടോ, കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ. ഓക്കെ, സോ ഈ ഒരു ചാനൽ നമ്മൾ ഇത് കൗണ്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, 1 2 3 4 5 സപ്പോർട്ട് എടുത്തു. ഇത് കണ്ടോ, ഇവിടുന്ന് നമുക്ക് നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് ഇവിടെ വരെ പോയി 1. ഓക്കെ, 1 2 കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ ടച്ച് ചെയ്തു. ഓക്കെ, ഇത് ഫുൾ 3 ആണ്. 3 ഇതും 3 തന്നെയാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. പിന്നെ 4th ഈ ഇവിടുന്ന് വരുന്ന ട്രെൻഡ് ലൈൻ, ഏതെങ്കിലും ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്താലേ അത് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4 ആയി ആൻഡ് ദെൻ 5 മുകളിൽ കംപ്ലീറ്റ് ആയി. 5 മൂവ്സ് കഴിഞ്ഞ് എന്തായി, റെസിസ്റ്റൻസിലെത്തി. 5 മൂവ് കഴിഞ്ഞ് നമ്മൾ മാറേണ്ടതാണ്. കാരണം വെച്ചാൽ 5 മൂവ്സ് കഴിഞ്ഞ് 6 മൂവ് ഇല്ല, ഉണ്ടാകും എക്സ്റ്റെൻഷൻ. അത് എക്സ്റ്റെൻഡിലും ഉണ്ടാകും. എക്സ്റ്റെൻഡ് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. എക്സ്റ്റെൻഡ് മൂവ്സിൽ അത് ഒത്തിരി ശരിക്കും ഒത്തിരി തേർഡ് വേവിലാണ് എക്സ്റ്റെൻഡിലേക്ക് അവർ കൊണ്ടുപോകുള്ളൂ. തേർഡ് വേവിലാണെങ്കിൽ മാത്രമേ എക്സ്റ്റെൻഡിലേക്ക് കൊണ്ടുപോകും. അത് സമയമെടുക്കും. അതൊക്കെ സ്ലോലി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ 5 മൂവ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും 5 മൂവ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ മാറേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് 1 ഡിഗ്രി കംപ്ലീറ്റ്. 5 മൂവ്സ് കഴിഞ്ഞാൽ 1 ഡിഗ്രി കംപ്ലീറ്റ്. ദാറ്റ് മീൻസ് 5 മൂവ് കഴിഞ്ഞാൽ 1 ഒരു മേജർ മൂവായി. ഓക്കെ, അത് കഴിഞ്ഞ് വരേണ്ടത് എന്താ, ഫോൾ വരേണ്ടതാണ്. ഞാൻ നമ്മുടെ ഈ ഒരു എൻ്റെ കമൻറ്റ്സ് നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷൻ ഉള്ളത് ആണ്. ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു മാർക്കറ്റ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തിട്ട് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 25,200 നിയർ. സോ സൂക്ഷിക്കുക അവിടെ ചാനൽ. ഓക്കെ, ഈ ചാനലിൻ്റെ ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. സോ അതിൽ ഞാൻ നമ്മൾ നോക്കുവാണെങ്കിൽ മോർണിംഗ് തന്നെ നമ്മൾ ഇവിടെ ഞാൻ എല്ലാവരും ലൈവ് മാർക്കറ്റിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആക്റ്റീവ് ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ,
സോ ഇവിടെ നോക്കുകയാണെങ്കിൽ യെസ് ഇത് 4 hours ago ഇത് കണ്ട ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫോർമിംഗ് എൻഡി ലൈനിൽ റെസിസ്റ്റൻസ് നിയർ 25,200. സോ വെയിറ്റ് ആൻഡ് വാച്ച് നൗ. ഓക്കെ, ഒക്കെ ഞാൻ ലൈവ് മാർക്കറ്റിൽ എനിക്ക് എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട് അതെനിക്ക് എനിക്കത് ജസ്റ്റ് ഒന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അതെന്ന് വെച്ചാൽ എൻഡി ലൈൻ പാറ്റേൺ ഫോം ചെയ്യണമെന്ന് ദാറ്റ് മീൻസ് ബുൾസ് പോസ് എടുക്കാൻ പോവുക. ഓക്കെ, ആൻഡ് മോസ്റ്റ്ലി ചാൻസസിന് ബിയേഴ്സ് ആക്റ്റീവ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഓരോ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ കുറച്ച് പേര് ആക്റ്റീവ് ആവാറുണ്ട്. അവിടെയൊക്കെ ഞാൻ റിപ്ലൈ എല്ലാവർക്കും തരാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ. സോ ഇവിടെ ഞാൻ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെ ആയിരുന്നു ആദ്യം ഇവിടെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഡി ലൈനിൽ ഫോംഡ് ആൻഡ് ഫോൾ ഓൺ ഗോയിങ്. Now it will take support near 25,135 or 25,100. ഇതൊക്കെ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. ഇത് ഫോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ ഫോൾ ഈ സമയത്ത് ഇവിടെ ഞാൻ ഐ തിങ്ക് ഞാൻ ഇവിടെ ഇതിട്ടായിരുന്നു കമൻറ്റ് ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് 25,100 135 or 100 നിയർ സപ്പോർട്ട് എടുക്കും. ഇത് ലോ എത്രയായിരുന്നു? 25,107 നിയർ. അതാണ് ലോ. ഓക്കെ, എന്തിനെ റീസൺ ഉണ്ട്, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ 1 degree കംപ്ലീറ്റ് ആയി സെക്കൻഡ് ഡിഗ്രി ഫോൾ വരും. അതെങ്ങനെ വരും? ABC സ്ട്രക്ചറിൽ വരുള്ളൂ. ഇത് കണ്ടോ, താഴെ ഇവിടുന്ന് വരുന്ന ഫോൾ, ഇത് ഇവിടുന്ന് ഫോൾ വരുന്നു. ഇത് ബ്രേക്ക് ഡൗൺ ആയി ബിയുടെ ബൗൺസ് വന്നു സിയുടെ ഫോളാണ് ഇത്. അങ്ങനെ വരുള്ളൂ. അതാണ് അത്. ഓർ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ റീടെസ്റ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, റീടെസ്റ്റ് ചെയ്തു അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നോർമൽ ഷോട്ട്. സോ എന്തിനാ ഈ ലോ 2-3 പേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ ലോ പിൻ പോയിന്റ് എവിടെ നിന്ന് നമുക്ക് കിട്ടി. ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? എൻ്റെ ചാനലിൽ ഞാൻ ഇന്നും പിൻ ചെയ്തേക്കാം 1 2 3 4 5 മറ്റേ എലിറ്റ് വേവിൻ്റെ വീഡിയോസ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേവ് കഴിഞ്ഞ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റേഷ്യോസാണ് ഇത് വരും. ഫിബൊനാച്ചി എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി എടുക്കാം. ഫ്രോം എവിടെ നിന്ന് 0 ഇത് 1 2 3 4 5 കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 0 to ഇതിൻ്റെ ടോപ്പ് അടിച്ച് ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇത് എക്സാക്ട്ലി പിൻ പോയിന്റ് ഇത് നോക്കാം 81.20% റേഷ്യോ ആണ്. അതാണ് ഇത് കണ്ടോ. ഇത് ഞാനല്ല, എൻ്റെ മാജിക് അല്ല ഒന്നുമില്ല. ഇത് ഇലിയറ്റ് വേവ് ആണ്, പ്രോപ്പർ ഇലിയറ്റ് വേവ് ആണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തന്നെ പറയാറുണ്ട്, ഞാൻ തന്നെ ഒരു ലേണറാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇലിയറ്റ് വേവ്. ലൈഫ് ലോങ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, കാരണം അത്രയ്ക്ക് ടഫാണ് ഇലിയറ്റ് വേവ്. ബട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് എക്സാക്ട്ലി പ്രോപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ പ്രോപ്പർലി പിൻ പോയിന്റ് മാർക്കറ്റ് വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, 2-3 പേര് ചോദിച്ചല്ലോ എൻ്റെ അടുത്ത്. അതാണ് അതിൻ്റെ കാരണം. പിൻ പോയിന്റ് കണ്ടോ അവിടെ നിന്ന് പിന്നെ പ്രൈസ് ആക്ച്വലി അവിടെ നിന്ന് ബൗൺസ് ചെയ്തു. സോ അത് വന്നിങ്ങനെ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ. ഇനി നെക്സ്റ്റ് എന്താണ്? ഓക്കെ, സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ ആണല്ലോ ഇത് തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇത് ഇവിടുന്ന് ഇത് വരും. എന്താ ഒരു ട്രെൻഡ് ലൈൻ വരും. ട്രെൻഡ് ലൈൻ വരേണ്ടതാണ്, അത് വരും. അതൊരു റൂളാണ്. ഇതൊക്കെ ഇതിൻ്റെ റൂളാണ്. അത് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരും. നമ്മളത് വരയ്ക്കുകയാണെങ്കിൽ അത് ട്രെൻഡ് ലൈൻ വന്നു. അത് ഇതിൻ്റെ ഇനി ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ മാത്രമേ അപ്പ് സൈഡ് നോക്കിയാൽ മതി ഫോർ തേർഡ് വേവ്. ഓക്കെ, ഫോർ തേർഡ് വേവ് ദാറ്റ് സ്ലോലി പ്രൈസ് മുകളിലേക്ക് പോകും. SL ഇതിൻ്റെ ലോ ആയിരിക്കുള്ളൂ 25,108 SL. സോ നാളത്തേക്ക് എന്താണ് നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ് 25,108. ഇത് സപ്പോർട്ടാണ്. വീക്ക്നെസ് തുടങ്ങുന്നത് ഈ ഒരു ലോ ഇതിൻ്റെ ബില്ലോ ആയിരിക്കും. വീക്ക്നെസ് ഇതിൻ്റെ ബില്ലോ, വീക്ക്നെസ് 25,080 ബില്ലോ വീക്ക്നെസ്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇനി സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാറുള്ളൂ, എങ്ങനെയാണ് നമ്മൾ നോക്കട്ടെ. ഇനി ഓവറോൾ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് വരുള്ളൂ 25,220 അബവ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് നാളെ പോവുകയാണെങ്കിൽ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അബവ് പോകാൻ തുടങ്ങുകയാണെങ്കിൽ സ്ലോലി അപ്പ് മൂവ് നമുക്ക് കിട്ടും. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ജനുവരി എൻറ്റേർഡായി തേർഡ് ഡിഗ്രി ഓർ മേജർ തേർഡ് വേവിലേക്ക് എൻറ്റേർഡ് ആയി എന്ന് പറയാം. ഓക്കെ, അത് പിന്നെ മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ ദെൻ 4 and 5. ഓക്കെ, ബട്ട് SL നമ്മുടെ ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഇനി ഇതാണ് SL. ഓക്കെ, സോ ഇവിടുന്ന് ബൗൺസ് വന്നുള്ളൂ. ഇത് കൊണ്ട് ഇവിടുന്ന് ബൗൺസ് അതെങ്ങനെ വന്നു? 1 2 3 4 5 5 മൂവ്സ് കഴിഞ്ഞാൽ ദെൻ വീണ്ടും ഇത് കണ്ടോ ഫോൾ വരുന്നുണ്ട്. കണ്ടോ, അതാണ് അത്. പക്ഷെ അത് ഒത്തിരി ഡീപ്പ് അതായി പോകും. എന്ന് വെച്ചാൽ നമ്മുടെ ഡീപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത്ര അനാലിസിസ് നമ്മൾ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ 1 minute ടൈം ഫ്രെയിമിൽ ഒത്തിരി ഡീപ്പ് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്കാൽപ്പിങ്ങേ പറ്റുള്ളൂ. അനാലിസിസ് ചെയ്താൽ അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ SL നമ്മുടെ ഒത്തിരി ഫാസ്റ്റ് വേണം, പിന്നെ SL നമ്മൾ ഒത്തിരി പോകും. അതാണ്. സോ പ്രാക്ടീസ് നമ്മൾ സ്മോൾ ടൈം ഫ്രെയിം ചെയ്യുക. ട്രേഡ് എടുക്കുവാണെങ്കിൽ ഒരു 15 minutes ടൈം ഫ്രെയിമിലാണ് കുറച്ചുകൂടി ബെറ്റർ, ഓർ 1 hour. ഇതൊക്കെ സൂപ്പറാണ്. ഓക്കെ, സോ 15 minutes ടൈം ഫ്രെയിമിലാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് തന്നെ. 5 minutes അബവ് ഓർ 15 minutes ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുക. ഓക്കെ, സോ
സോ ഓവറോൾ ഇനി പറയാനുള്ളത് മേജർ സപ്പോർട്ട് ഇതാണ് 25,080 ആൻഡ് 25,220 റെസിസ്റ്റൻസ് ആണ് മേജർ. അതിൻ്റെ അബവ് വാർണിംഗ് പ്രൈസ് ഫർദർ അപ്പ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഫുൾ കൺസൾട്ടേഷൻ ഫേസ് ആയിരിക്കും. പിന്നെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ നമ്മൾ വേറെ വരുന്നുണ്ട് ഇവിടുന്ന് ഇത് ഉണ്ടോ, ഇതൊരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. മേ ബി ഇത് നാളെ ചിലപ്പോൾ ഇനി ND9 പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണോ എന്ന് എനിക്കറിയില്ല, ആയിട്ടില്ല ഇതുവരെ. ഓക്കെ, നമ്മളത് നോക്കുക. അല്ലെങ്കിൽ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണോ ഫോം ചെയ്യണേ, ഇതുപോലത്തെ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണോ ഫോം ചെയ്യണത്, അതൊക്കെ അപ്പോൾ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ എന്തായാലും വരച്ച് വെക്കണം. ഓക്കെ, കണ്ടോ ഇത് തന്നെ സിങ്കായി, അതാണ് ഇതെന്ന് പറയുന്നത് സിങ്കായി. ഇത് കണ്ടോ നമ്മുടെ ആ ലെവൽ സെക്കൻഡ് ഡിഗ്രി ഫോൾ 81.20% ആൻഡ് ദെൻ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി കണ്ടോ. സോ നാളെ ഇതിൻ്റെ ബില്ലോ പോയാൽ മാത്രമേ ഫർദർ ഫോൾ നമുക്ക് നോക്കാൻ പറ്റും. ഫർദർ ഫോൾ ചെയ്ത 25,108 ഈ ഒരു ലോഡ് ബില്ലോ ഫർദർ ഇതിൻ്റെ ഈ ലോ ആൻഡ് ദെൻ ഫർദർ ഇതിൻ്റെ ലോ കൂടി വെച്ചോളൂ. ഓക്കെ, മേ ബി മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് ഇവിടുന്ന് റിവേഴ്സൽ ആവേണ്ടതാണ്. ബട്ട് SL മസ്റ്റ് ആയിട്ട് വേണം, അത്രേ ഉള്ളൂ. SL മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, സോ നാളത്തെ ഓപ്പണിംഗ് ആണ് മസ്റ്റ്. മെയിൻ നമുക്ക് മേജർ തന്നെയാണ്, നാളത്തെ ഓപ്പണിംഗ് ആണ് മസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സാക്ട്ലി പറയാൻ പറ്റും. നിയറസ്റ്റ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ ഇതാണ് കേട്ടോ, ഈ ഒരു റെസിസ്റ്റൻസ് 25,155. ഈ ഒരു ഇവിടെ ഉണ്ട് ക്ലസ്റ്റർ ടൈപ്പാണ്. 2 3 1 2 3 പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ. സോ അത് നാളത്തേക്ക് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും മാറും. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലോ ദെൻ താഴത്തുള്ള സപ്പോർട്ട്സ് ഒക്കെ ആയിരിക്കും. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി കിടക്കാം. നിഫ്റ്റിയുടെ അനാലിസിസ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒത്തിരി അനാലിസിസ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ലോങ് വീഡിയോസ് ആവാറുണ്ട്. പ്ലീസ് അതായത് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അവരൊക്കെ റെഗുലർലി അവർ ചോദിക്കാറുണ്ട്, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോ എക്സ്പ്ലെയിൻ. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അതുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വീഡിയോ ഷോർട്ട് ആക്കാം. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ താഴെ ഇതിവിടെ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴെ വന്നു, വീണ്ടും ബ്രേക്ക്ഔട്ട് ആൻഡ് വീണ്ടും ഫുൾ ട്രാപ്പിയാണ് ബാങ്ക് നിഫ്റ്റി. ടോട്ടലി ട്രാപ്പിയാണ്. ഞാൻ ഐ തിങ്ക് മൺഡേ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ബാങ്ക് നിഫ്റ്റി അവോയ്ഡ് ചെയ്യുക. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റി അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മൂവ് തരുന്നില്ല. ബാങ്ക് നിഫ്റ്റി അത്രയ്ക്ക് ഒരു ട്രാപ്പി മൂവായി കിടക്കുന്നത്. റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയുടെ ഇതാണ് റെസിസ്റ്റൻസ്. എനിക്ക് വായിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ 1 2 3 4 5 ബാങ്ക് നിഫ്റ്റി എൻഡിങ് നല്ല പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ ദെൻ ഗുഡ്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ എൻഡിങ് നല്ല പാറ്റേൺ വീഡിയോ ഉണ്ട്, എല്ലാത്തിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ അവിടെ വേറെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഫോൾഡർ ഉണ്ട് അവിടെ. അതിൻ്റെ ലേണിംഗ് വീഡിയോസാണ്. ലേണിംഗ് വീഡിയോസിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നല്ല വീഡിയോസ്, ഇഷ്ടംപോലെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സാർ നമ്മുടെ എൻ്റെ ചാനലാണോ ലേൺ വിത്ത് ഫർമ, ഇതിൻ്റെ ഫുൾ ഹോം പേജാണിത്. പ്ലേലിസ്റ്റ് പോയി ഇവിടെ നോക്കുകയാണെങ്കിൽ ലേണിംഗ് വീഡിയോസ് ഇത് കണ്ടോ. ലേണിംഗ് വീഡിയോസ് 28 ലേണിംഗ് വീഡിയോസ് ഉണ്ട്, ഇഷ്ടംപോലെ വീഡിയോസാണ്. അത് മസ്റ്റായിട്ട് കാണുന്നത്. എനിക്കത് പറയാനുള്ളത് ഇത് ABC കറക്ഷനാണ്. ടഫസ്റ്റ് പാർട്ടിൻ്റെ വെറും 1 പാർട്ടാണ് ഞാൻ ഇത് ചെയ്യുള്ളൂ. പിന്നെ എലിയറ്റ് വേവിൻ്റെ 1 2 3 4 5 ബിക്കോസ് ഇത് 3 വീഡിയോസാണ് എലിയറ്റ് വേവിൻ്റെ. ബാക്കി ND9 പാറ്റേൺ ഇവിടെ ND9 പാറ്റേൺ ആ ഡെയിലി ഫോം ചെയ്യുന്ന പാറ്റേൺ ആണ് ND9 പാറ്റേൺ. ലീഡിങ് ഡയൽ പാറ്റേൺ രണ്ട് പാറ്റേൺസ് ആണ്. കാണുമ്പോൾ സെയിം ആയിരിക്കും, ബട്ട് രണ്ട് പാറ്റേൺസ് ആണ്. ഒന്ന് റെസിസ്റ്റൻസിൽ ഫോം ചെയ്യും, ഒന്ന് ബോട്ടത്തിൽ ഫോം ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ അത് രണ്ടായിട്ടാണ് മനസ്സിലാക്കി എടുക്കണം. അപ്പോഴേ മനസ്സിലാവും. 333 കറക്ഷൻ വീഡിയോസ്, സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഒക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഇവിടെ കാണും. ഒക്കെ ലേണിംഗ് വീഡിയോസാണ്, ജെന്വൻ ലേണിംഗ് വീഡിയോസാണ്. വെറൈറ്റി ആയിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ജെന്വൻ വീഡിയോസ്, വെറൈറ്റി വീഡിയോസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. നോക്കുക പഠിക്കാനാണെങ്കിൽ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇനി വേഗം നമ്മളിത് ഇതിൻ്റെ കോപ്പിയുടെ ക്ലോൺ എടുക്കുക. എൻ്റെ നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ ഐ തിങ്ക് യെസ് ബോട്ടം ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കേണ്ടതാണ്. ഇവിടെ താഴേക്ക് വന്നാലും സപ്പോർട്ട് എടുത്തിട്ട് എൻഡിങ് ഡയൽ പാറ്റേൺ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് വന്നപ്പോൾ നമ്മൾ കൗണ്ടിങ് 5 മിനിറ്റ്സ് ഓർ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എൻഡിങ് ഡയൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ ദെൻ റിവേഴ്സൽ പ്ലേ ചെയ്യും, സ്മോൾ SL വെച്ചിട്ട്. ഓക്കെ, അതാണ് മാർക്കറ്റിൻ്റെ ഒരു റൂൾ. ഇത് ഇവിടുന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ ABNCCയിൽ 5 മൂവ്സ് ആണ്. ABC കൗണ്ട് ചെയ്യണമെങ്കിൽ അപ്പം CB 5 മൂവ്സ് വരേണ്ടതാണ്. ഓക്കെ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ABNCയിൽ 5 മൂവ്സ്. ഓക്കെ, റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തോന്നുന്നത് C ആയിരിക്കും. ചിലപ്പോൾ C ആണെങ്കിൽ Cയിൽ 5 മൂവ്സ് ഉണ്ടാവും.
അതിൻ്റെ ഒരു എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യണം. എന്നിട്ടേ ഞാൻ ബുള്ളി സൈഡിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇതുവരെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇവിടെ. ഓക്കെ, സോ ഇവിടെ വന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ്, മേ ബി ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ ദെൻ റിവേഴ്സൽ പ്ലേ ചെയ്യുക സ്മോൾ SL വെച്ചിട്ട്. എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്താൽ മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്തൊന്നും ഇനി വേഗം സെൻസെക്സിൽ കിടക്കാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം റെഗുലർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ എല്ലാവരും കൂടി ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ് മാക്സിമം. ഓക്കെ, നമ്മുടെ സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ ടഫസ്റ്റ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഇവിടുന്ന് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമ്മൾ വരച്ച് വെക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ മാത്രമേ ഫേർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടുള്ളൂ, വീക്ക്നെസ് സ്റ്റാർട്ട് ആയുള്ളൂ. ഓക്കെ, അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇതിങ്ങനെയാണോ ഫോം ചെയ്യുന്നത്? എക്സാക്ട്ലി വരക്കണം കേട്ടോ. അല്ലെങ്കിൽ പ്രൈസ് ഇതിന് ബിലോ സസ്റ്റെയിൻ ആവണം, എന്നിട്ടേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഹൈ ഇത് തന്നെയാണ്, ഇതാണ് ഇപ്പോൾ നിയറസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഗ്യാപ്പ് ഇതിൻ്റെ അകത്താണെങ്കിൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇതിനകത്ത് വെറുതെ ചുമ്മാ പ്രീമിയം മീറ്റിംഗ് ആയിരിക്കത്തുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ആ ഗ്യാപ്പ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും ഗ്യാപ്പ്, നമ്മുടെ തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവർ തേർഡ് വേവ് ഫിനിഷ് ചെയ്തു, ഫോർത്തിലേക്ക് എൻറ്റേർഡ് ആയി. ഓക്കെ, അത് തേർഡ് ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് അത് തീർന്നിട്ടില്ലെങ്കിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ, ദാറ്റ് മീൻസ് അത് സ്റ്റിൽ നമ്മുടെ തേർഡ് വേവിൽ തന്നെയാണ്. സ്റ്റിൽ തേർഡ് വേവിലാണ്. അങ്ങനെ കൊണ്ടുപോകാൻ പിന്നെ അവിടെ പിന്നെ ചിലപ്പോൾ ചാനൽ പാറ്റേൺ ഫോം ചെയ്യാറുണ്ട്, ചാൻസസ് ഉണ്ട് ചാനൽ പാറ്റേൺ ഫോം ചെയ്യാൻ, ദെൻ അതിൻ്റെ ബ്രേക്ക് ഡൗൺ തരും. ഓക്കെ, അത് ഞാൻ എന്തായാലും ഞാൻ അപ്കമിങ് ടൈമിൽ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇങ്ങനെ മുകളിൽ ഫോം ചെയ്യുകയാണ്, അതുകൂടി ശ്രദ്ധിക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ചിലപ്പോൾ ഇൻ കേസ് നാളെ ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്താൽ ഫ്ലാറ്റ് ഓപ്പിങ് എന്തെങ്കിലും ആയി മുകളിൽ പോയാൽ അവിടെ റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ഇനി നിഫ്റ്റി മിഡ് ക്യാപ് ഇന്റർണൽ സ്ട്രക്ചർ എനിക്ക് റീഡ് ചെയ്യാനൊന്നുമില്ല, എന്ന് വെച്ചാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഇന്റർണൽ സ്ട്രക്ചർ ഞാനൊന്ന് റീഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഞാൻ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ലാസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു. കണ്ട റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണ്, എക്സാക്ട്ലി ഓപ്പിനോടെ തന്നെ എന്തിനോട് റിജക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് പ്രോപ്പർ സപ്പോർട്ട് നമ്മുടെ ഇവിടെ നിന്നാണ് വരുന്നത്. എക്സാക്ട്ലി. ഓക്കെ, സോ ബുള്ളിഷ് ഇതിൻ്റെ ബിയറിഷ് ആണെങ്കിൽ ഇനി ഈ ഗ്യാപ്പ് വരെ പോകും. ഓക്കെ, 13,145 ഇന്നത്തെ ലോ ആൻഡ് ദെൻ ഇതിൻ്റെ ബിലോ മാത്രമേ ബിയറിഷ് ആവുള്ളൂ. 13,145 150 കൂട്ടിക്കും. ഓക്കെ, ഇതിൻ്റെ ബിലോ മാത്രം. ഒന്നും ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു സജഷൻ. ആസ് ഓപ്ഷൻ ബയർ സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ മാത്രമേ സ്കാൽപ്പ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ കാണുന്ന സ്ട്രക്ചറിൽ നിഫ്റ്റിയിൽ മാത്രമേ എന്തെങ്കിലും സ്കാൽപ്പ് മാത്രമേ, അതും ഡീപ്പ് ഇൻ ദ മണി. ഓക്കെ, എനിക്കത് തന്നെ സജസ്റ്റ് ചെയ്യാനുള്ളൂ. ബാക്കി വേറെ ഇൻഡെക്സിൽ പ്രോപ്പർലി ഒരു ട്രേഡ് ഒന്നും കാണുന്നില്ല. സ്കാൽപ്പ് ചെയ്യണമെങ്കിൽ ഏത് ഇൻഡെക്സിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതെ സൈഡ് ഇരിക്കുക. ട്രേഡ് എടുത്തില്ലെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്, നമ്മുടെ ഫണ്ട് സേവ് ആകുന്നു. അതാണ് കാരണം. സ്ട്രക്ചറിൽ ഒന്നും ഇല്ലെങ്കിലും പിന്നെ നമ്മൾ വെറുതെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.